ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ വെച്ച് ഞാൻ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സ്നാക്കാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴായാലും അതല്ലെങ്കിൽ കുട്ടികൾക്ക് രാവിലെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനായാലും ഇനി അതും അല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്രൈ ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ 4 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ പൊട്ടറ്റോയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ട് വരാം. പൊട്ടറ്റോ ഞാനിവിടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ പുഴുങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് വേണം ഇത് പുഴുങ്ങിയെടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ 1.5 കപ്പ് പോഹ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പ പോഹയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് ചെമ്പാവരിയുടെ അവല്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് വരാം. ഈ പോഹ ഇവിടെ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം നമ്മൾ ഈ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോഹ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ. നല്ല ഡ്രൈ ആയിട്ട് വരുവാണ്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ റവയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂട്ടിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ റോസ്റ്റഡ് അല്ലാത്ത റവ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഈ പോഹ ഇട്ട് അത് പോഹ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ റവ ചേർക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ വേണം പൊടിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഇത് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു വിസ്താരമുള്ള ഒരു പാത്രം എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഗ്യാസ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ആ ഉണ്ടാക്കിയ പാത്രം തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വിസ്താരമായിട്ടുള്ള ഒരു പാത്രം വേണം ഇതിനായിട്ട് എടുക്കേണ്ടത്. ഈ പൊട്ടറ്റോ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും, പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും, വറുത്തിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന റവയുടെയും അവിലിൻ്റെയും കൂട്ടും, പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു സവാളയും ഒരു ബെൽ പെപ്പറിന്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. ഇതെല്ലാം കൂട്ടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. പൊട്ടറ്റോയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു ചേരണം, അതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. കണ്ടോ, ഇതിവിടെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ അധികം വിളിമ്പില്ലാത്ത ഒരു പ്ലേറ്റ് എടുക്കണം. കൈകൊണ്ട് ഷേപ്പ് ചെയ്തെടുത്താലും മതി, ഇതാണ് കുറച്ചുകൂടി സൗകര്യം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തൊന്ന് പരത്തി കൊടുക്കാം. ഇത് പരത്താൻ സൗകര്യത്തിന് കയ്യിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തേച്ചു കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. ഇതെൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ ആണ് ഈ ഒരു സ്നാക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കണ്ടോ, ഇത്രയും മതി. അപ്പോൾ ഈ പ്ലേറ്റിന് വിളിമ്പ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഇപ്പോൾ വിളിമ്പ് കൂടുതൽ ഉണ്ടായാൽ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്ക് വേകാൻ കുറച്ച് താമസം ഉണ്ടാവും. ഇതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഇതുപോലൊരു കുക്കി കട്ടർ കൊണ്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈ കൊണ്ട് വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതാകുമ്പോൾ സൗകര്യമുണ്ട്, കാണാനും നല്ല ഭംഗിയായിരിക്കും.
ഞാൻ കാണിച്ചു തരാം. ഒരു സ്പൂണിൻ്റെ മൂട് കൊണ്ട് നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. എടുക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് എടുക്കണം. കാരണം ഇതിലിപ്പോൾ നമ്മൾ ക്യാപ്സിക്കവും സവോളയൊക്കെ ഇട്ടിരിക്കുന്ന കാരണം കട്ട് ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ സൂക്ഷിച്ചെടുത്താൽ മതി. ഈ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാം. ഇനി ഇങ്ങനെ ഷേപ്പൊന്നും ഇല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. കാണുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പല്ലേ. ഇതെല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന ഇത് ഒന്നും കൂടി ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കിതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇരിക്കുന്നതെന്ന്. ബാക്കിയിരിക്കുന്ന ഇനി ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇത് സെറ്റായി വരും. ആ സമയം നമ്മൾ ഇത് പ്ലേറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ബാഗിലാക്കിയിട്ട്, പ്ലാസ്റ്റിക് ബാഗിനുള്ളിലാക്കിയിട്ട് പരത്തി അത് അടച്ച് നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യാനുസരണം എടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് മാറ്റാവൂ, അല്ലെങ്കിൽ എല്ലാം പൊടിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാനിനി ഫ്രീസറിലേക്ക് മാറ്റുവാണ്. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയം ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. നമ്മൾ ഇത് പുറത്തെടുക്കുമ്പോൾ തന്നെ ഇത് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ കിട്ടും. ഇപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടൻ തന്നെ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മളിതിപ്പോ നേരത്തെ എടുത്ത് പുറത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതുപോലെ ഒരു സിപ്പ് ലോക്കിന്റെ കവർ എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് ഇത് അടുക്കി വെക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കും. നമ്മൾ അടുക്കി വെക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച ശേഷം ഇതിന്റെ പുറത്തേക്ക് നമ്മൾ അടുക്കുകയാണെങ്കിൽ ഒരു ബട്ടർ പേപ്പർ എല്ലാം വെച്ച ശേഷം മാത്രമേ വെക്കാവൂ. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടുക്കി വെക്കരുത്. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് സെറ്റായിട്ട് എടുക്കാൻ നേരം ഇങ്ങനെ ഒട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ ക്രാക്ക് വരും. ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുക്കണം. ബട്ടർ പേപ്പർ എടുത്തിട്ട് ഒരു ലെയർ വെച്ച ശേഷം ഈ ബട്ടർ പേപ്പർ പതുക്കെ ഒന്ന് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. അത് നമുക്ക് എടുക്കാൻ സൗകര്യത്തിന് ഞാൻ അങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം അല്ലാതെ വെച്ചാലും മതിയാവും, ഒട്ടാതിരുന്നാൽ മതി. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ ബാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് വെച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ തന്നെ കബാബും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വെക്കാറുണ്ട്. അത് ഞാൻ എൻ്റെ ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കബാബ് ഉണ്ടാക്കി വെക്കുന്നതെന്ന്. ഞാൻ വെജിറ്റബിൾ കബാബും ഉണ്ടാക്കാറുണ്ട്, ചിക്കൻ കബാബും ഉണ്ടാക്കാറുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മൾ അടുക്കിയെടുക്കുന്നത്. ഇനി ഈ സിപ്പ് ലോക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഇതുപോലെ തന്നെ ഫ്രീസറിലേക്ക് വെക്കുവാണ്. ആവശ്യത്തിന് മാത്രം ഇതിൽ നിന്ന് എത്ര എണ്ണമാണോ അതെടുക്കും. ബാക്കി ഇതുപോലെ തന്നെ വീട്ടിൽ ലോക്ക് ചെയ്ത് ഫ്രീസറിൽ വെക്കും. എളുപ്പമല്ലേ ഇത്? ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ റെഡിയാവുമ്പോഴാണ് ഈ പത അടങ്ങി വരുന്നത്. അതായത് നമ്മൾ എണ്ണയിൽ ഇട്ടുടൻ തന്നെ നല്ല പത വരും. ആ പത അടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. അതിനിടയിൽ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന നമുക്കിതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. റവ പൊട്ടറ്റോ സ്നാക്ക് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി സ്നാക്കാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല സൂപ്പർ സാധനമാണ്. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിത് ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചിട്ട് ഹസ്ബൻഡ് വരുന്ന ടൈം ആകുമ്പോൾ നേരെ എടുത്ത് ഫ്രൈ ചെയ്ത് ചൂടോടെ തന്നെ അവർക്ക് നല്ല ചൂട് ചായയുടെ കൂടെ കൊടുത്താൽ മതി.